യെസ്, നമ്മൾ പ്ലസ് ടു ക്ലാസ്സസ് ഒക്കെ ഏറ്റവും അടിപൊളിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയാം, നമ്മൾ പ്ലസ് ടുവിൽ ആദ്യത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഓണം എക്സാം എന്ന് പറയുന്നത്. ഈ ഓണം എക്സാമിലേക്ക് ഇനി അധിക സമയം നമ്മളുടെ കയ്യിലില്ല. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 38 ദിവസങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഈ 38 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തതനുസരിച്ച് ഓഗസ്റ്റ് 20 തൊട്ട് ഓഗസ്റ്റ് 27 വരെയാണ് നമ്മൾ ഓണം എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് 29th സ്കൂൾ ക്ലോസ് ചെയ്യും. സെപ്റ്റംബർ 8 സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഓണം എക്സാം സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ കോർ പേപ്പേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ഏകദേശം ഒരു 4, 5, 6 എന്നുള്ള നിലയിലാണ് നമുക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഇംഗ്ലീഷിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 6-7 ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജിലും ഇത്ര തന്നെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓപ്ഷൻ പേപ്പേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 4 ചാപ്റ്റേഴ്സും മാത്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും 5 ചാപ്റ്റേഴ്സ് വീതവും. ആൻഡ് ഇനി പൊളിറ്റിക്കൽ സയൻസ് ആണ് നിങ്ങൾ ഓപ്ഷൻ പേപ്പർ എങ്കിൽ 7 ചാപ്റ്റേഴ്സും ആണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഓൺ ആൻ ആവറേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 30 to 35 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് 38 ദിവസം, അതായത് ഏകദേശം ഒരു ചാപ്റ്റർ വെച്ച് ഒരു ദിവസം പഠിച്ചാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ഓണം എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ ഈ 5 ചാപ്റ്റേഴ്സ് വരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സിലെ ഈ ഒരു വർഷത്തിലെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് കോറിലേഷൻ അനാലിസിസ്, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് റിഗ്രഷൻ അനാലിസിസ്, തേർഡ് ചാപ്റ്റർ എലമെന്ററി കാൽക്കുലസ്, ഫോർത്ത് ചാപ്റ്റർ നമ്മളെ റാൻഡം വേരിയബിൾസ് ആണ്. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ വരുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഈ 5 ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഓണം എക്സാമിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ നമുക്കറിയാം വളരെ കുറച്ച് സമയമാണുള്ളത്. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. യുവ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അതിന്റെ എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 ഷോർട്ട് റിവിഷൻ സീരീസ് ആണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്താൽ മാത്രമേ ഓണം എക്സാം നമുക്ക് ഫുൾ മാർക്കോടെ തന്നെ പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.